الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി വിശ്വാസം നിലനിർത്തി ഭക്തിയുള്ളവരായി ജീവിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഏവരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വ ബീവിയെയും നമ്മുടെ ആദ്യ പിതാവിനെയും മാതാവിനെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ സൃഷ്ടിച്ചതിനു ശേഷം അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നത്, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫമൻ തബിഅ ഹുദായ, എന്റെ ഈ ഹുദ ആര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയും ഇല്ല. ഇത് ആദം നബി അലൈഹിസ്സലാമിനോടും ഹവ്വാ ബീവിയോടും പറഞ്ഞത് എന്നതല്ല, മനുഷ്യരാശിയോടുള്ള മൊത്തത്തിലുള്ള ഒരു നിർദ്ദേശം. ഇത് മാത്രമല്ല, ആദം നബിക്ക് ശേഷം ഇനി വരാനിരിക്കുന്ന മുഴുവൻ ജനങ്ങളും അനുഭവിക്കാനിരിക്കുന്ന രണ്ട് വികാരങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഖൗഫാണ്, മറ്റൊന്ന് ഹുസ്നാണ്. ഖൗഫ് എന്ന് പറയുമ്പോൾ പേടി എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത്. ഹുസ്ൻ എന്ന് പറയുമ്പോൾ ദുഃഖം എന്നാണ്. ഈ രണ്ട് വികാരങ്ങളും മനുഷ്യരായ മുഴുവൻ ആളുകൾക്കും ഉണ്ടാകാനിരിക്കുന്നതാണ് എന്ന ഒരു സൂചന അള്ളാഹു ഇതിലൂടെ നൽകുന്നുണ്ട്. പേടി ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ഇത് രണ്ടും മനുഷ്യർക്ക് മുഴുവൻ ഉണ്ടാകാനിരിക്കുന്ന ഒന്നാണ്. പക്ഷെ അതിന്റെ കാഠിന്യം കുറക്കാനും അത് ലളിതമാക്കി തീർക്കാനും പറ്റുന്ന ഒരു മാർഗം അതുകൂടി ഇവിടെ പറയണം. ഫമൻ തബിഅ ഹുദായ, ഈ ഹിദായത്ത്, ഈ സന്മാർഗം ആര് പിൻപറ്റുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അതിയായ പേടിയോ അല്ലെങ്കിൽ അതിയായ ഭയമോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ജീവിതം ദുസ്സഹമാവുകയില്ല എന്ന്. ജീവിതത്തെ ദുസ്സഹമാക്കുന്ന കാര്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ മനുഷ്യനാകെ ടെൻഷൻ അടിച്ച് ജീവിതത്തിന്റെ ആകെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണല്ലോ പേടിയും ദുഃഖവും. പേടി എന്ന് പറഞ്ഞാൽ ഇത് വരാനിരിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് പേടി. ആദി, എന്താണ് സംഭവിക്കുന്നതിനെ പറ്റിയുള്ള ഒരു മനസ്സിലുണ്ടാകുന്ന ആ ആകുലതയാണ് ഖൗഫ് എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ജോലിയെ സംബന്ധിച്ച്, ജോലിയിൽ നിന്ന് ബോസ് പിരിച്ചുവിടുമോ, അല്ലെങ്കിൽ എന്റെ ബിസിനസ് നഷ്ടമാകുമോ,
അങ്ങനെയുള്ള മനസ്സിൽ തോന്നുന്ന ആ ഭാവിയിൽ വരാനിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ പറ്റി മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് അത് ഭയമായി വലിയ പ്രയാസമായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ കുടുംബത്തെ പറ്റിയും പേടിയുണ്ടാവാറുണ്ട്. കുട്ടികളെ പറ്റിയുള്ള പേടി, അതേപോലെ തന്നെ കുടുംബാംഗങ്ങളെ പറ്റിയുള്ള പേടി, അവർക്ക് രോഗം വരുന്നത്, അവർക്ക് എന്തെങ്കിലും പറ്റുന്നത്, അവർക്ക് എന്തെങ്കിലും ഭവിഷ്യത്തുകൾ വരുന്നത്, അതൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ പേടിയായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. കുട്ടികളൊക്കെ അറിയാലോ, പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അവർ പേടിക്കുന്നവരാണ്. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തെ പറ്റി, അതിന് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി, എത്ര മാർക്ക് കിട്ടുമെന്നതിനെ പറ്റിയൊക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന, അതിനൊക്കെ പേടിക്കുന്ന തന്നെ പറയാറുണ്ട്. പിന്നെ റിസൾട്ട് വന്നിട്ട് ഫെയിലാണെങ്കിൽ തോന്നുന്ന ഒരു വികാരമല്ല, അതാണ് ഹുസ്ന്. അത് മനുഷ്യരിൽ വന്നു ഭവിച്ച ആ ഒരു കാര്യത്തെ പറ്റിയുള്ള മനസ്സിലുണ്ടാകുന്ന വികാരം, അതാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പേടിയും ദുഃഖവും ഒക്കെ നിയന്ത്രണ വിധേയമായിരിക്കും. അതിയായ ദുഃഖവും അതിയായ പേടിയും ഒക്കെയായി ജീവിതം ദുസ്സഹമാകുന്ന അവസ്ഥ ഒരിക്കലും നിങ്ങൾക്കുണ്ടാവുകയില്ല. എങ്ങനെയാണെങ്കിൽ എന്റെ ഈ ഹുദ പിൻപറ്റുകയാണെങ്കിൽ, പലപ്പോഴും മതത്തെ പറ്റിയൊക്കെ ആക്ഷേപിക്കാറുണ്ട്. അത് മനുഷ്യരെ വരിഞ്ഞു മുറുക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയാണ്. അതൊക്കെ പറഞ്ഞാണല്ലോ ആധുനിക ലിബറൽ വാദികൾ മതത്തിനെതിരെ പലപ്പോഴും സംസാരിക്കാറുള്ളത്. എന്നാൽ മതം നൽകുന്ന ആ സ്വസ്ഥത, മതം നൽകുന്ന ആ ആശ്വാസം വേറെ ഒന്നുകൊണ്ടില്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ മനസ്സിലേക്ക് ഈ വിശ്വാസവും ഹിദായത്തും എത്തിയാൽ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ മതം അവനെ ഒരു സ്വസ്ഥപൂർണമായ ജീവിതം ഉറപ്പുവരുത്തുന്ന രൂപത്തിലേക്ക് ആക്കി തീർക്കുമെന്നാണ്. തീരെ ദുഃഖം ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. കാരണം ദുഃഖത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വർഷത്തെ ആമുൽ ഹുസ്ൻ എന്ന് പറയുന്നുണ്ട്, ദുഃഖവർഷം എന്ന്. എന്താ കാരണം? പ്രവാചകന്റെ താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ട വർഷം. അതിനേക്കാളൊക്കെ അപ്പുറമായി പ്രവാചകന്റെ എല്ലാ നിലക്കും സഹായിയായി പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹധർമ്മിണി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ഈ രണ്ടും സംഭവിച്ചത് ഒരേ വർഷമായിരുന്നു. ചരിത്രം ആ വർഷത്തെ വിലയിരുത്തുന്നത് ആമുൽ ഹുസ്ൻ എന്നാണ്, ദുഃഖവർഷം എന്ന് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും ഖദീജ ബീവി മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ആ ദുഃഖം പ്രവാചകൻ പ്രകടിപ്പിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. പലപ്പോഴും പറയാറുണ്ടായിരുന്നു, എന്റെ ഖദീജ ഉണ്ടായിരുന്ന കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഖദീജയുമായി കഴിഞ്ഞുകൂടിയിരുന്ന ആ ജീവിതം മനസ്സിൽ കൊണ്ടുവരികയും ഖദീജയുടെ വിയോഗത്തിൽ ദുഃഖിക്കുകയൊക്കെ ചെയ്തിരുന്ന പ്രവാചകൻ. ഇതേ രൂപത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ആരോ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളുടെ കുട്ടി മരണാസന്നനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ക്ഷമിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് മരണത്തിന്റെ വക്കിലെത്തിയ ആ കുട്ടിയെ പ്രവാചകൻ മടിയിലേക്ക് ഇരുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താ പ്രവാചകനെ താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്, ദുഃഖിക്കുന്നത്? റസൂൽ പറയുന്നുണ്ട്, ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു അവന്റെ അടിമകളുടെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ കൂടുതലൊന്നും പറയുകയോ നാവും അതേപോലെ തന്നെ കൈകാലുകളും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നുള്ള രൂപത്തിൽ പ്രവാചകൻ നിർദ്ദേശം നൽകുകയാണ്. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ദുഃഖത്തെ അത് അതിന് കവിയാത്ത രൂപത്തിൽ പ്രകടിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ആ ദുഃഖം ഉണ്ടാകുന്നതിനുമൊന്നും യാതൊരു കുഴപ്പമില്ല. അത് ഇസ്ലാമിൽ വിലക്കപ്പെട്ടതല്ല എന്ന് പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പല പ്രവാചകന്മാരുടെയും ചരിത്രം പറഞ്ഞപ്പോ വളരെയധികം ദുഃഖിച്ച് കണ്ണീര് കരങ്ങിയ ഒരു പ്രവാചകനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ പ്രിയ പുത്രനായ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ, ആ യൂസുഫ് എന്ന് പറയുന്ന കുട്ടിയെ സഹോദരന്മാർ കൊണ്ടുപോയി കിണറ്റിലിടുന്നുണ്ട്. എന്നിട്ട് ആ കുഞ്ഞിനെ ചെന്നായ പിടിച്ചതാണ് എന്ന് പിതാവിന്റെ മുമ്പിൽ വന്ന് കള്ളം പറയുകയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആ പിതാവ് ദുഃഖിച്ച് കഴിയുകയും ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും വെളുത്തു പോയിരുന്നു ദുഃഖം കാരണത്താൽ. ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അവിടെ തന്നെ പറയുന്നുണ്ട്,
ആ ദുഃഖവും അതേപോലെ തന്നെ മനസ്സിലുണ്ടായിരുന്ന പ്രയാസവും ഒക്കെ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിന്റെ മുമ്പിലെല്ലാം അർപ്പിക്കുകയാണ് എന്ന് ആ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ ദുഃഖം അണപൊട്ടിയൊഴുകുന്ന ദുഃഖമല്ല, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ദുഃഖമല്ല. എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിലേക്ക് തവക്കുലാക്കി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ദുഃഖത്തിന്റെ ആ പരിധിയിലേക്ക് വിശുദ്ധ ഖുർആൻ അങ്ങനെ ദുഃഖിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, പേടിയെ പറ്റിയും ദുഃഖത്തെ പറ്റിയും വിശുദ്ധ ഖുർആൻ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു ചരിത്രം കൂടി നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിന്റെ ആ ചരിത്രം പറഞ്ഞപ്പോൾ ഏതാണ് ആ കാലഘട്ടം എന്നുള്ളത് നമുക്കറിയാലോ. ഫിർഔൻ എന്ന് പറയുന്ന കിങ്കരനായ രാജാവ് അന്ന് അവിടെ പിറക്കുന്ന ആൺകുട്ടികളെ മുഴുവനും കൊല്ലുകയാണ്. നാട്ടിലൊരു ആൺകുട്ടിയും ആ വർഷം ഉണ്ടാകുന്നത് തീരുമാനിക്കണം. അങ്ങനെ എവിടെ ഒരു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ ആ കുഞ്ഞ് ആണാണ് എന്നറിഞ്ഞാൽ ഫിർഔനിന്റെ പട്ടാളം അവിടേക്ക് കടന്നു വരുന്നു, കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നു, കൊല്ലുന്നു. ഈ അവസരത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവ് മൂസ എന്ന് പറയുന്ന കുട്ടിയെ ജന്മം നൽകുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിനുണ്ടായിരുന്ന ആ പ്രയാസത്തെ ഖുർആൻ തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ദുഃഖം, അവരുടെ പ്രയാസം, അവരുടെ പേടി, അവരുടെ ഖൗഫ് എന്ന് പറയുന്നത്. മൂസാ നബിയുടെ മാതാവിന് നാം തോന്നിപ്പിച്ചു കൊടുത്തു, ഒരു വഹി നൽകി എന്ന് അവരുടെ മനസ്സിലേക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു. എന്താണ്? ആ കുഞ്ഞിനൊന്ന് പാലൂട്ടു, പാലൂട്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ നിനക്ക് അങ്ങനെ പേടി തോന്നുന്നുവെങ്കിൽ ഒരു ബാസ്കറ്റിലാക്കി, ഒരു പെട്ടിയിലാക്കി ആ കടലിൽ, ആ സമുദ്രത്തിൽ നിക്ഷേപിക്കൂ. അവിടെ പറയുന്ന രണ്ട് വാചകങ്ങളല്ലേ, ഖൗഫും ഹുസ്നുമാണ്. നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഈ അള്ളാഹു പറഞ്ഞ രൂപത്തിലുള്ള ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി മൂസാ നബിയുടെ മാതാവിന് ഇങ്ങനെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു എന്ന്. അവിടെയും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താകുമെന്നുള്ള പേടി. കാരണം എപ്പോ ഫിർഔനിന്റെ പട്ടാളം എന്റെ വീട്ടിൽ കയറി വരും, ഏത് രൂപത്തിലായിരിക്കും എന്റെ കുട്ടിയെ നശിപ്പിക്കുക, എന്റെ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്ന ആ വലിയ പേടി മനസ്സിൽ കണ്ടപ്പോ അള്ളാഹുവിന്റെ ആ വിശ്വാസത്താൽ അള്ളാഹു അവർക്ക് നൽകിയ നിർദ്ദേശമാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ദുഃഖിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ടതില്ല. എന്നിട്ട് പിന്നീട് തുടർന്ന് പറയുന്നുണ്ട്, അങ്ങനെ മൂസാ നബിയുടെ മാതാവിന് തന്റെ കുട്ടിയെ പറ്റിയുള്ള ചിന്ത മാത്രമായി ഒരു ബാസ്കറ്റിലേക്ക് ഇട്ട് ആ കുട്ടിയെ കടലിലേക്ക് ഇടുമ്പോണ്ടാവുന്ന ആ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കും. ഒരു ചെറിയ കുട്ടി പിച്ച വെച്ച് വെള്ളത്തിനടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ ഉമ്മമാര് എത്രമാത്രം പേടിക്കും. ഇതൊന്നിനും കഴിയാത്ത പിഞ്ചു പൈതലിനെ ഒരു പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കുമ്പോ ആ പെട്ടി നശിക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ തകർന്ന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ആ കുട്ടി നഷ്ടപ്പെടുമോ എന്നൊക്കെ പല രൂപത്തിലുള്ള ആദിയുമായി ആ ഉമ്മയുടെ മനസ്സിനെ വിശുദ്ധ ഖുർആൻ അങ്ങനെ മനസ്സ് കാണിക്കണം. മനസ്സിലൊന്നുമില്ല, മനസ്സ് ഭാര്യയായ രൂപത്തിൽ, കാലിയായ രൂപത്തിലായി. ഈ കുട്ടിയെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അവർ അതെന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും വിളിച്ചു പറയുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അവരുടെ മനസ്സിനെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ല എന്നുവെങ്കിൽ, മനസ്സിൽ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള മനസ്സിൽ ആ ഉറപ്പ് അല്ലാഹു നൽകിയത് കൊണ്ട് മാത്രമാണ് അവർ വിളിച്ചു പറയാതിരുന്നത്. അല്ലാതിരുന്നാൽ ആ കുട്ടിയെ പറ്റി വിളിച്ചു പറയുകയും ആ കുട്ടിയെ കണ്ടെത്തി പലപ്പോഴും അതിനെ കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അതിന്റെ ആയത്തിന്റെ അവസാനം പറയുന്നത് എന്നാണ്. അവരുടെ പേടിയും ദുഃഖവും ഒന്നും പ്രകടിപ്പിക്കാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ അമിതമായ രൂപത്തിൽ, അണപൊട്ടി ഒഴുകാത്ത രൂപത്തിൽ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തിയത് എന്തിനു വേണ്ടിയാണ്? അവിടെയാണ് നമുക്ക് പാഠമുള്ളത്. അവരെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ. അപ്പൊ വിശ്വാസികളുടെ സ്വഭാവമാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത്. ആ നിയന്ത്രിക്കാനുള്ള കഴിവ്
മൂസായുടെ മാതാവിന് നാം നൽകുകയുണ്ടായി എന്ന് ഈ ചരിത്രം പറയുമ്പോ ആ ചരിത്രത്തിന്റെ വരികൾക്കിടയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലേ? എന്താണ് അവിടെ അള്ളാഹു പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? ഒരു വിശ്വാസിയുടെ മനസ്സെന്തായിരിക്കണമെന്ന്. ഇത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള സന്നിഗ്ധ ഘട്ടത്തിൽ പോലും അതിനെ എത്രമാത്രം നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമോ അവരാണ് വിശ്വാസികൾ എന്ന്. അങ്ങനെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് അവരെ ഈ നിലയ്ക്ക് അവരുടെ മനസ്സിന് ഉറപ്പ് നൽകിയത് എന്നുള്ള അവർക്ക് പറയാം. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും അതിയായ ദുഃഖത്തിന്റെ കാരണമായി തീരുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ വലിയ വലിയ പേടികൾ ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ജീവിതത്തെ പറ്റി പറയാറുണ്ടല്ലോ, പലപ്പോഴും കാറ്റും കോളുമുള്ള ഒരു സമുദ്രത്തിലൂടെ തുഴഞ്ഞു പോകുന്ന ഒരു നൗകയാണ്, ഒരു തോണിയാണ്, ഒരു വഞ്ചിയാണ് ജീവിതം എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ജീവിതത്തിലേക്ക് ഒക്കെ പലതും കടന്നു വരാറുണ്ട്. വലിയ വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്, വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, ഒരു വലിയ വിമാന അപകടം നടന്നപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട്, എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശ്വാസിയുടെ സ്വഭാവമായി വിശുദ്ധ ഖുർആൻ എടുത്ത് പറയണം. എന്തൊരാപത്ത് എവിടെ വന്നു എന്ന് കേട്ടാലും ഒരു വിശ്വാസി അത് പറഞ്ഞിരിക്കണമെന്നാണ്. നമ്മളെല്ലാം അള്ളാഹുവിനുള്ളവരാണ്. അള്ളാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് നാം. മനുഷ്യർ ചിലതൊക്കെ ചില കണക്കുകൂട്ടലുകളാണ്. അങ്ങനെയാണല്ലോ, ഇപ്പൊ വിമാനം പറത്തി അത് എന്ന സ്ഥലത്ത് എത്തുമെന്ന് മനുഷ്യർ കണക്കുകൂട്ടുന്നു. പക്ഷെ അതിന്റെ പിന്നിലുള്ള നിയന്ത്രണം അള്ളാഹുവിന്റെ പക്കലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് സമാധാനത്തിനും അതേപോലെ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്താനുമാണ് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളും അങ്ങനെ തന്നെയാണ്. ഏതൊരു അപകട വാർത്തയും ഏതൊരു പ്രയാസങ്ങളും എന്തുണ്ടാകുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മകള് ഒരാളെ അയക്കാണ് റസൂലിന്റെ അടുക്കലേക്ക്. കുട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ്, കുട്ടി ജീവിതാന്ത്യത്തിലേക്ക് അടച്ചിട്ടുണ്ട് എന്ന് വളരെ ദുഃഖകരമായ അവസ്ഥയിൽ പ്രവാചകന്റെ അടുക്കലേക്ക് ആളയച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞയക്കുന്നത് അവളോട് ക്ഷമിക്കാൻ വേണ്ടി പറയുക. എന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ഫഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത. അതാണ് ശരിക്കും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്റെ ഒരു ആശയം. എന്താ പറഞ്ഞത്? റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു അള്ളാഹു സ്വീകരിക്കുന്നത്. അള്ളാഹു എന്ത് എടുത്തുവോ ആ എടുത്തത് അള്ളാഹുവിനുള്ളതാകുന്നു. വലഹു മാ അഅത. അള്ളാഹു എന്ത് തന്നുവോ അത് അള്ളാഹു അതേപോലെ തന്നതാകുന്നു. അതെല്ലാം അതിന്റെയൊക്കെ അധികാരം അള്ളാഹുവിനാകുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത എന്ന്. അല്ലാഹുവേ, നീ തടഞ്ഞത് തരുവാൻ ആരുമില്ല, നീ തടഞ്ഞത് തരുവാൻ ആരുമില്ല, അതേപോലെ തന്നെ നീ തന്നതിനെ തടയാനും ആരുമില്ല എന്ന്. അങ്ങനെ അള്ളാഹു വിശ്വാസം അർപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെയോ അമിതമായ പ്രയാസത്തിന്റെയോ പേടിയുടെയോ ആവശ്യമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നല്ലദീന ഖാലൂ, പ്രഖ്യാപിക്കുന്നവർ. നമ്മൾ പലപ്പോഴും ഖാലൂ എന്ന് പറയുമ്പോൾ പറയുന്നവർ എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നാവുകൊണ്ട് ഇങ്ങനെ പറയാ എന്നല്ല. എന്താ പറയുന്നത്? റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന്. അവിടെ നോക്കൂ, അല്ലാഹു പറഞ്ഞ വാചകം റബ്ബുന എന്നാണ്. ഇലാഹുന എന്ന് പറഞ്ഞില്ല, റാസിഖുന എന്ന് പറഞ്ഞില്ല, വേറെ പദങ്ങളൊന്നും അല്ല അവിടെ പറഞ്ഞത്. റബ്ബുന, നമ്മുടെയൊക്കെ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്നെ പടച്ച് എനിക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ്, എന്റെ പരിപാലകൻ, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരാൾ സുമസ്തഖാമു, പിന്നെ ഇസ്തഖാമ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്തയാൾ. ഇസ്തഖാമു എന്നുള്ള പദം പലപ്പോഴും ഖുർആൻ രണ്ട് പദങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട്. ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇതിനെ തന്നെയാണ് ഇസ്തഖാമു എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യാറില്ല. ആ രണ്ടിനെയും സംയോജിച്ചുകൊണ്ടുള്ള ഒരു വാചകമാണ് ഇസ്തഖാമു എന്നുള്ളത്. അപ്പൊ അങ്ങനെ അള്ളാഹു എന്റെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയും ആ രക്ഷിതാവിന്റെ കൽപ്പനക്കനുസരിച്ച് എന്റെ പ്രവർത്തനങ്ങളെ ഞാൻ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം
ലാ ഖൗഫുൻ അലൈഹിം, അവർ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറഞ്ഞിട്ട് വലിയ പേടിയൊന്നും ആവശ്യമില്ല. വലാ ഹും യഹ്സനൂൻ, ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല. ആ പ്രയോഗത്തിലും ചില ഭാഷാ പണ്ഡിതന്മാർ ചില കാര്യം പറയുന്നുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം എന്ന പേടി ഏതുമില്ല എന്നാണ്, ഒരു പേടിയും അവർക്കില്ല. എന്നാൽ വലാ ഹുസ്നുൻ അലൈഹിം എന്നല്ല പിന്നെ പറഞ്ഞത്, വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബിന്റെ കാര്യത്തിൽ വിശ്വാസം വർദ്ധിച്ച് സൽക്കർമ്മം ചെയ്യുന്നവരാണെങ്കിലും ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ സൂചന കൂടിയാണ് വലാ ഹുസ്നുൻ അലൈഹിം എന്ന് പറയാത്തത് എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ശരി, ഇങ്ങനെ വിശ്വാസം നിലനിർത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രചനാത്മകമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും, പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച റബ്ബ് എന്നെ കൈയൊഴിക്കുകയില്ല എന്ന ആ ഒരു ചിന്ത. പലപ്പോഴും ജീവിതത്തെ പറ്റിയുള്ള ചെറിയ ഒരു ചിത്രം മാത്രം മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ പ്രയാസകരമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്, ഇന്നത്തെ ജീവിതം മാത്രം. ഈ ഒരു ജീവിതത്തെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ചെറിയ എന്തനുഭവിച്ചാലും ശരി അത് വലിയ പ്രയാസമായി തോന്നും. ഇപ്പോ യൂസുഫ് നബിയുടെ കഥ പഠിപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം എത്ര ദുരിതപൂർണമായ ജീവിതം നയിച്ചത്. അദ്ദേഹം കിണറ്റിൽ എറിയപ്പെട്ടത് വലിയ ദുരിതമായിരുന്നു. അടിമച്ചന്തയിൽ ഒരു കച്ചവടച്ചരക്കായി മാറിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസമായിരുന്നു. മറ്റൊരു വലിയ പ്രമാണിയുടെ വീട്ടിലെത്തിപ്പെട്ടിട്ട് അവിടെ നിന്ന് ദുരാരോപണം നടത്തി ജയിലിൽ അകപ്പെട്ടത് അതിനേക്കാൾ വലിയ ദുരിതമായിരുന്നു. പക്ഷെ ആ ദുരിതത്തിന്റെ ഓരോ കണ്ണികൾ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ വെച്ച് ആ ജീവിതത്തെ മൊത്തത്തിലൊന്നും എടുത്തു നോക്കൂ. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ഭരണാധികാരിയായി 7 വർഷം ഭരണം നടത്തിയിട്ട് അവിടെയുള്ള പട്ടിണിക്ക് മോചനമായി അദ്ദേഹം മാറിയ വലിയൊരു വിമോചകനായി മാറിയ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലേക്കുള്ള ഓരോ പടികളായിരുന്നു ആ ദുരിതങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും എന്നതാണ് വിശുദ്ധ ഖുർആൻ കഥയിലൂടെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ജീവിതത്തെ മൊത്തത്തിൽ കാണാൻ, അത് വലിയൊരു ക്യാൻവാസിലൂടെ കാണാൻ നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് പലപ്പോഴും പ്രയാസങ്ങൾ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തും. അതേപോലെ തന്നെ ചെറിയ ചെറിയ ദുഃഖങ്ങൾ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തും. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബുനാ, എന്നെ പരിപാലിച്ച് എന്നെ സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ അല്ലാഹു എല്ലാ നിലയ്ക്കുള്ള സംരക്ഷണവും എനിക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും എന്ന വിശ്വാസം ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല, ഇവിടെ ദുഃഖിക്കണ്ട എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത്. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം മരണസമയത്തും സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത് അങ്ങനെ പഠിപ്പിക്കുന്നത്, എന്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിച്ച് നേർക്ക് നേരെ ജീവൻ നയിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവില്ല, ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാവില്ല എന്ന് മാത്രം, ജീവിതത്തിൽ എല്ലാവർക്കും ആശ്വാസവും സമാധാനവും ഉണ്ടാവുമെന്ന് മാത്രമല്ല, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു, ദുഃഖിക്കണ്ട, വലാ തഹ്സനു, പേടിക്കണ്ട, വലാ തഹ്സനു, ദുഃഖിക്കണ്ട, വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ, ഇതാ നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് മലക്കുകൾ ഇറങ്ങി പറയുന്നുണ്ട്. ഇത് ഏതാണ് സന്ദർഭം എന്ന് പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പറയുന്നത്. നമ്മളൊക്കെ മരിക്കാൻ സമയത്ത് മലക്കുകൾ ആശ്വാസത്തിന്റെ വചനങ്ങളുമായി ഇങ്ങനെ വരുമെന്നാണ്, ഒരു പേടിക്കണ്ട. അല്ല, ചില ആളുകൾ പറയുന്നത് ഖബറിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് നമ്മെ ആശ്വസിപ്പിക്കുമെന്നാണ്. നീ ഖബറിൽ ഒറ്റക്കായി പോകും, അല്ലെങ്കിൽ ഖബറിൽ ഏതെങ്കിലും ദുരിതത്തിലുള്ള ദുരിതം അനുഭവിക്കും എന്നൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മലക്കുകൾ ആശ്വസിപ്പിക്കാനുണ്ടാകും. അവിടെ സ്വർഗത്തെ പറ്റി സന്തോഷ വാർത്ത അറിയുന്നു. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത്, നാളെ പരലോകത്തെ വിചാരണ കൊടുക്കുമ്പോൾ ആളുകൾ ആകെ വെപ്രാളപ്പെട്ടു പോകുമല്ലോ, ആകെ പ്രയാസപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ആ സമയത്ത് മലക്കുകളുടെ ആശീർവാദം ഉണ്ടാവുകയും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതാ നിങ്ങൾ സ്വർഗത്തിന്റെ ഉടമകളാണ് എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ വരുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഇതെല്ലാം കൂടി കൂട്ടിവെച്ചാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലും നാളെ പരലോകത്തേക്കുള്ള ജീവിതത്തിലും ഒക്കെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യമായി റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുവെങ്കിൽ ഈ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. അത് വിശുദ്ധ ഖുർആൻ അങ്ങനെയുള്ള നഫ്സിനെ പറ്റി പറയാൻ നഫ്സുൽ മുത്മഇന്ന എന്ന പ്രശാന്തമായ മനസ്സ്,
ജീവിതം നോക്കിയാൽ തന്നെ ആ മനസ്സിന്റെ ശാന്തത കാണാൻ കഴിയും. മരണവേളയിലും ആ ശാന്തത അനുഭവിക്കാൻ കഴിയുമെന്ന്. ആ നിലയ്ക്ക് നമ്മുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുത്തുകയും മനസ്സിനെ സ്വസ്ഥപൂർണ്ണമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയ ബിതഖ്വല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. അന്വേഷണത്തിൽ വരുത്തുന്ന ഓരോ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ചില നിർദ്ദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഒരിക്കൽ ശഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വുദു എടുത്തുകൊണ്ടേയിരിക്കണം, കഴുകിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്, മാ ഹാദ സർഫു യാ സഅദ്, എന്താ സഅദ് ഈ ധൂർത്ത് എന്താണ്, എന്തെങ്ങനെ ധൂർത്തടിക്കുന്നത് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്ന്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അഫിൽ വദൂഇ സർഫു യാ റസൂലല്ലാഹ്, വുദു എടുക്കുന്ന വെള്ളത്തിൽ അങ്ങനെ ധൂർത്തുണ്ടോ റസൂലേ എന്ന്, അല്ലെങ്കിൽ വുദു എടുക്കുന്നിടത്ത് ധൂർത്ത് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടോ റസൂലേ? അപ്പൊ റസൂൽ പറഞ്ഞു, വഇൻ കുൻത അലാ നഹരിൻ ജാരി, നീ ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് വുദു എടുക്കുകയാണെങ്കിൽ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കരുത്. അപ്പൊ വുദു ശരിയായിട്ടില്ല തോന്നിയിട്ട് ചില ആൾക്കാർ വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടിരിക്കുന്നത്, വെള്ളം അങ്ങനെ അമിതമായി ഉപയോഗിക്കുന്നതൊക്കെ തെറ്റാണ്. ഒരു മുസ്ലിമിന്റെ സംസ്കാരമാണ് ഒരു മിതത്വം എല്ലാ കാര്യത്തിലും ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ വെള്ളം അമിതമായി ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ കഴുകിക്കൊണ്ടിരിക്കുന്നതിനെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ദുരുപയോഗമായി ധൂർത്തായി അതിനെ കണക്കാക്കുന്നു എന്നുള്ളത് ഈ ഹദീസ് മുഖേന കാണാൻ കഴിയും. ഇത് മാത്രമല്ല, വളരെ കുറച്ച് വെള്ളം ഉള്ളെങ്കിൽ പോലും ആ കർമ്മം നിർവഹിക്കാമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ തവണ കഴുകിയിട്ട് വുദു മതിയാക്കാവുന്നതാണ്. വെള്ളം ഇല്ലാത്തൊരവസ്ഥ, നമ്മൾ യാത്രയിലാണ് അല്ലെങ്കിൽ നാട്ടിൽ വെള്ളമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ 3 പ്രാവശ്യം കഴുകേണ്ടതില്ല, ഒറ്റ പ്രാവശ്യമാണ് അതിന്റെ നിർബന്ധം എന്നുള്ള നിലയ്ക്ക് കഴുകി വുദു അവസാനിപ്പിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്തസിലു ബിസ്വാഇ വയതതഹറു ബിൽമുദ്ദി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വാഉ കൊണ്ട് കുളിക്കുകയും ഒരു മുദ്ദ് കൊണ്ട് വുദു എടുക്കുകയും ചെയ്യുമായിരുന്നു. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരാള് 2 കൈകളും കൊണ്ട് കോരിയെടുക്കുന്ന വെള്ളമാണ് ഒരു മുദ്ദ്. ആ ഒരു വെള്ളം കൊണ്ട് റസൂൽ വുദു എടുക്കുമായിരുന്നു. ഒരു സ്വാഅ എന്ന് പറഞ്ഞാൽ അങ്ങനെ 4 കോരിയെടുക്കലാണ് ഒരു സ്വാഅ എന്ന് പറഞ്ഞാൽ. അങ്ങനെ 4 കോരിയെടുക്കുക ഒരു സ്വാഅ കൊണ്ട് കുളിക്കുകയും ചെയ്യുമായിരുന്നു. അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിനൊക്കെ വളരെ പ്രയാസമുള്ള നാടാണ്. അപ്പൊ റസൂൽ എത്രയാണോ വെള്ളത്തിന്റെ പരിമിതി അതനുസരിച്ച് ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ പഠിപ്പിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. ഏതായാലും വുദുവിന്റെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ റസൂൽ പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഒരു വൃത്തിയാക്കലാണല്ലോ വുദു എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരിക്കലാണ്. അതിന്റെ കൂടെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി വുദൂഇ, എന്റെ ഉമ്മത്തിന്, എന്റെ സമുദായത്തിന് പ്രയാസമാകില്ല എങ്കിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു എല്ലാ ഓരോ വുദൂഇന്റെയും കൂടെ ബ്രഷ് ചെയ്യാൻ, പല്ല് തേക്കാൻ. അപ്പൊ റസൂൽ കൽപ്പിച്ചിട്ടില്ല, പക്ഷെ അതിന്റെ ഒരു പ്രാധാന്യത്തോടെ പഠിപ്പിക്കണം. വുദു എടുക്കുന്നതോടൊപ്പം പല്ല് തേക്കുക, അതിന്റെ മുന്നോടിയായി പല്ലൊക്കെ തേച്ച് വൃത്തിയാവുക എന്നുള്ളത് അത് ഒരു സുന്നത്തായ നല്ല കാര്യമായി റസൂൽ പഠിപ്പിച്ചതായി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ടാണ് വുദുവിന്റെ കൂടെ പല്ല് തേക്കുക എന്നുള്ളത് നിർബന്ധമാക്കാതിരുന്നത്. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിലാണെങ്കിൽ അത് ചെയ്യാൻ, അത് സുന്നത്തായി നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് അതിന് വിശദീകരണം നൽകപ്പെടുന്നുണ്ട്. ഇപ്പോ നമസ്കാരത്തെ പോലെ തന്നെ വുദു നിർബന്ധമാണ്. തവാഫ് നമസ്കാരം, 2 കാര്യങ്ങൾക്കാണ് വുദു നിർബന്ധമായിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരിക്കൽ റസൂൽ പറഞ്ഞത്, ഇദാ അതൈത വജഅക ഫതവല്ല വുദൂഅക ലിസ്സലാത്തി, കിടക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ വുദു എടുത്തുകൊണ്ട് പോവുക. അതൊക്കെ സുന്നത്തായ കാര്യമായി നല്ല കാര്യമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ ഓതുന്നതിന് അങ്ങനെ വുദു ഉണ്ടായിരിക്കാൻ നിർബന്ധമില്ല.
എന്നാലും നല്ല കാര്യം എന്നുള്ളതിനൊക്കെ പണ്ഡിതന്മാർ അതിനെ പറ്റി പറയുന്നുണ്ട്. കാരണം ഖുർആൻ ഓതുന്നതിനിടക്ക് സുജൂദ്, തിലാവ, ഓത്തിന്റെ സുജൂദൊക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അശുദ്ധി ഉണ്ടായിരിക്കലാണല്ലോ. അപ്പൊ ആ നിലക്ക് ഖുർആൻ ഓതുമ്പോൾ ഒന്നുണ്ടാവുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ കിടക്കാൻ സമയത്ത് ഒന്നു എടുത്തുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. ഇതൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളായ സുന്നത്തായ ഒന്നുകൊടുക്കൽ സുന്നത്തായ കർമ്മങ്ങളായി പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഈ പ്രവാചക സുന്നത്ത് പരമാവധി ജീവിതത്തിൽ അതിന്റെ കൃത്യതയോടുകൂടി തന്നെ പുലർത്താനുള്ള ശ്രദ്ധയും ഉണ്ടായിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ മൂലം അതേപോലെ തന്നെ അശ്രദ്ധ മൂലം വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കിടെ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗവും ഒക്കെ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെയൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.